بسم الله الرحمن الرحيم وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين قيل ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم رسول الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين ثم ما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നമ്മുടെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്, വിശാലമായ സംസാരം ആവശ്യമായ ഒരു വിഷയവുമാണ്. ഇൻഷാ അല്ലാഹ് മരണാനന്തര ജീവിതം എന്ന വിഷയത്തിൽ ഏതാനും പാഠങ്ങൾ നമ്മുടെ ഭാവിയെ നമുക്ക് അനുകൂലമാക്കുവാൻ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചും ഏതാനും വിഷയങ്ങളാണ് ഇവിടെ ഉണർത്തുന്നത്. അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ ഈ ഒരു രാവിൽ നമ്മൾ ഒത്തുകൂടി. അള്ളാഹു അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ ഒത്തുകൂടുവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ മുറാദുകൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. സൽപാന്താവിൽ സത്യത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ആദ്യം കൊണ്ടെത്തിക്കുന്നത് ഉബയ്യ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്രമാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണവും തുടർന്നുള്ള ചില കർമ്മങ്ങളും അതാണ് ആ ഹദീസിൻ്റെ വിഷയം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മരണമാസന്നമായപ്പോൾ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ബനി അഷ്തഹി സിമാർ അൽ ജന്ന,
ഐ ബനിയ, എൻ്റെ മക്കളെ, ഞാൻ സ്വർഗീയ പഴങ്ങളെ ഇച്ഛിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഉപ്പ ഇത് പറഞ്ഞപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. അവർ അന്വേഷിക്കുകയാണ്, തിരക്കുകയാണ്. അപ്പോഴാണ് മലക്കുകൾ അവരുടെ വീടിന് നേരെ വരുന്നത്. മലക്കുകളുടെ കയ്യിൽ മൺവെട്ടിയും പിക്കാസും കൊട്ടയുമൊക്കെയുണ്ട്. മലക്കുകൾ ആദമിൻ്റെ മക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്താണ് തിരക്കുന്നത്? അപ്പോൾ മക്കൾ പറഞ്ഞു, അബൂന മരീദ് യഷ്തഹി സിമാർ അൽ ജന്ന, ഞങ്ങളുടെ വാപ്പ രോഗിയാണ്. രോഗഗ്രസ്തനായ പിതാവ് സ്വർഗീയ ഫലങ്ങളെ ഇച്ഛിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. വാപ്പാക്ക് വേണ്ടി ആ പഴങ്ങളെ തിരക്കുകയാണ് ഞങ്ങൾ. മലക്കുകൾ പ്രതികരിച്ചു, നിങ്ങൾ മടങ്ങിക്കോളൂ, വാപ്പാൻ്റെ മരണം അത് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ മക്കളെ മടക്കി മലക്കുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് വീട്ടിലെത്തി. ഹവ്വ മലക്കുകളെ കണ്ട മാത്രയിൽ മലക്കുകളെ തിരിച്ചറിഞ്ഞു. മലക്കുകളെ കണ്ടപ്പോൾ ഹവ്വ ആദമിനെ അണച്ചുപൂട്ടി നിന്നു. അപ്പോൾ ആദം പറഞ്ഞു, ഹവ്വ, എൻ്റെ റബ്ബിൻ്റെ മലക്കുകളാണ് ഈ വന്നിരിക്കുന്നത്, നീ ദൂരെ മാറി നിൽക്കൂ. അങ്ങനെ ഹദീസിൽ കാണാം, മലക്കുകൾ ആദമിനെ മരിപ്പിച്ചു. ഫഖബദൂഹു വഗസ്സലൂഹു വകഫനൂഹു വഹന്നതുഹു. ആദം നബിയെ മരിപ്പിച്ചു. മലക്കുകൾ ആദമിനെ കുളിപ്പിച്ചു. മലക്കുകൾ ആദമിനെ കഫൻ ചെയ്തു. ആദമിൽ സുഗന്ധദ്രവ്യങ്ങളെല്ലാം വെച്ചു. വഹഫറൂലഹു, ആദമിനൊരു ഖബർ കുഴിച്ചു. വൽഹദൂലഹു, ആ ഖബറിനെ ലഹദായിട്ടാണ് കുഴിച്ചത്. ലഹദായിട്ട് എന്ന് പറഞ്ഞാൽ ആഴത്തിൽ കുഴി വെട്ടി സൈഡിലേക്ക് തുരന്നുകൊണ്ടുള്ള ഖബർ. സുമ്മ സല്ലു അലൈഹി, എന്നിട്ട് മലക്കുകൾ ആദമിന് ജനാസ നമസ്കരിക്കുകയും വദഖലു ഖബറഹു, ആദമിൻ്റെ ഖബറിൽ അവർ പ്രവേശിക്കുകയും സുമ്മ വദഊഹു ഫീ ഖബരിഹി വവദഉ അലൈഹി ലബൻ, ആദമിനെ നിസ്കരിച്ച് ആദമിൻ്റെ ഖബറിൽ അവർ ഇറങ്ങി നിന്ന് ആദമിനെ ഖബറിൽ വെച്ച് അവർ ലബിൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടിക, അത് ആദമിൻ്റെ ഖബറിൽ പാകി. സുമ്മ ഹസൗ അലൈഹി തുറാബ്, മലക്കുകൾ ആദമിൻ്റെ ഖബറിൽ മണ്ണ് നിറച്ചു. മലക്കുകൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ആദമിൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി സുന്നത്തുക്കും യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ, ഇതാണ് നിങ്ങൾക്കുള്ള സുന്നത്ത്, ഇത് നിങ്ങൾക്കുള്ള സുന്നത്താകുന്നു എന്നറിയിച്ചു. ഇവിടെ എന്താണ് ആദം സന്തതികൾക്കുള്ള സുന്നത്ത്? മരണം. അത് അല്ലാഹു മനുഷ്യർക്ക് പറഞ്ഞിട്ടുണ്ട്. മരണാനന്തരം ഇவ்விധം മരണപ്പെട്ടവരെ സംസ്കരിക്കണം. ഇതാണ് മലക്കുകൾ അവിടെ അറിയിച്ചത്. എല്ലാ മനുഷ്യർക്കും മരണം സുനിശ്ചിതമാണ്. ഇവിടെ ഇതിനു മുമ്പത്തെ ഫോക്കസിൽ മരണമായിരുന്നു ചർച്ചാ വിഷയം. പക്ഷേ മരണാനന്തരം എന്ത്? അതാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം. ആദമിനെ മരിപ്പിച്ചു, ആദമിനെ ഖബറിലാക്കി. സുമ്മ അമാതഹു ഫഅഖ്ബറ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മരിപ്പിക്കും, മനുഷ്യന് ഖബറിൽ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും. ഇത് വിശുദ്ധ ഖുർആൻ ഉണർത്തിയതാണ്.
കേവല മരണത്തോടുകൂടി എല്ലാം അസ്തമിച്ചിരുന്നുവെങ്കിൽ നമുക്കൊക്കെ ആശ്വസിക്കാമായിരുന്നു. പക്ഷേ എല്ലാം യഥാവിധം തുടങ്ങുന്നത് അവിടെ നിന്ന് അങ്ങോട്ടായത് കാരണത്താലാണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നബിയോടൊരിക്കൽ ചോദിച്ചു, അയ്യുന്നാസി അഖിയസ്, ജനങ്ങളിൽ ആരാണ് ദിഷണാശാലി, ബുദ്ധിജീവി ജനങ്ങളിൽ ആരാണ് എന്ന ചോദ്യത്തിന് തിരുദൂതരുടെ പ്രതികരണം, അക്സറുഹും ലിൽ മൗതി ദിക്റ വസ്തിഅദാദൻ ലിമാ ബഅദഹു. ദിഷണാശാലിയും ബുദ്ധിജീവിയും കൂടുതൽ മരണത്തെ ഓർക്കുന്നവനാണ്, മരണാനന്തര ജീവിതത്തിന് തയ്യാറെടുക്കുന്നവനാണ്. ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കുക, മരണാനന്തര ജീവിതത്തിന് തയ്യാറാവുക, ഈ രണ്ട് സ്വഭാവങ്ങൾ ആരിലുണ്ടോ അവനാണ് ബുദ്ധിജീവി, ദിഷണാശാലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? മരണവും മരണാനന്തര ജീവിതവുമാണ് ഭൗതിക ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥ മനുഷ്യർക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു സംഭവം, ഒരു വ്യക്തി തിരുദൂതരുടെ അടുക്കൽ വന്നു. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, റസൂലേ, എനിക്ക് 2 ജോലിക്കാരുണ്ട് അടിമകളായി. പക്ഷെ ആ ജോലിക്കാർ അവർ അനുസരണക്കേട് കാണിക്കും, അവർ അന്യായം കാണിക്കും, അവർ ചതിപ്രയോഗം നടത്തും. ഇതിൻ്റെ 2 ജോലിക്കാരുടെയും സ്വഭാവമാണ്. ഞാനാകട്ടെ ക്ഷമിക്കാനാവാതെ സഹിക്കാനാകാതെ ഈ ജോലിക്കാരെ അടിക്കുകയും അവരെ ശകാരിക്കുകയും ചെയ്യും. ഈ ജോലിക്കാരുടെ വിഷയത്തിൽ അള്ളാഹുവിങ്കൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വ്യക്തി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിന്നോട് അനുസരണക്കേട് കാണിക്കുന്നു, നിന്നെ പറ്റിക്കുന്നു, ചതിപ്രയോഗങ്ങൾ നടത്തുന്നു, അതിനനുസരിച്ചാണ് നിൻ്റെ അവരോടുള്ള ട്രീറ്റ്മെൻ്റ് എങ്കിൽ അത് കിഫാഫൻ ലാ ലക് വല അലൈക്, നിന്നെ ചെയ്തതിന് കൃത്യമായിട്ടാണ് നീ ചെയ്തത്, അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് പിടികൂടലുണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അവർ ചെയ്യുന്നതിന് കുറവാണ് നിൻ്റെ ട്രീറ്റ്മെൻ്റ് എങ്കിൽ അത് നിൻ്റെ ഔദാര്യമാണ്, അതിൽ നിന്ന് നിനക്ക് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടും. അവർ ചെയ്തതിനേക്കാളാണ് നീ അവരുടെ മേൽ കൈവെക്കുന്നത്, അവരെ ശകാരിക്കുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹു നീതിയുടെ തുലാസ് സ്ഥാപിച്ചാൽ പടച്ചതമ്പുരാൻ നിന്നെ പിടികൂടുന്ന ഒരു നാളെ വരാനിരിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആ വ്യക്തി മാറി നിന്ന് അട്ടഹസിച്ച് ആർത്ത് വിളിച്ച് കരയാൻ തുടങ്ങി. ഫജഅല യബ്കി വയഹ്തിഫ് എന്നാണ് ഹദീസിൽ, ഒച്ച വെച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു, സുഹൃത്തെ, നീ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമഹ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നീതിയുടെ തുലാസ് അന്ത്യനാളിന് വേണ്ടി നാം സ്ഥാപിക്കുന്നതാണ്. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, അന്ത്യനാളിന് വേണ്ടി നീതിയുടെ തുലാസ് നാം സ്ഥാപിക്കുന്നതാണ്. ഒരു മനുഷ്യനും അണു അളവ് ആക്രമിക്കപ്പെടുകയില്ല. ഏതൊരാൾ ഏതൊരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലും
അതൈന ബിഹ, നാം അതവിടെ കൊണ്ടെത്തിക്കും. വകഫ ബിന ഹാസിബീൻ, കണക്ക് നോക്കുന്നവനായിട്ട് നാം തന്നെ മതി. ഇതാണ് ആയത്തിൻ്റെ ആശയം. ആ ആയത്ത് ഓതിക്കൊടുത്തു. ഈ വ്യക്തി എന്താ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ തൻ്റെ ജോലിക്കാരെ ആവലാതിപ്പെട്ട് സങ്കടപ്പെട്ട് വന്ന വ്യക്തി എന്താ ചെയ്തതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടി, സഹാബത്തിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. ഞാൻ ഈ 2 അടിമകളെയും ഞാൻ മോചിപ്പിച്ച് വിട്ടിരിക്കുന്നു. ഇനി എനിക്ക് കൂലിക്കാരും വേണ്ട, അടിമകളും വേണ്ട, ജോലിക്കാരും വേണ്ട. ഇങ്ങനെ ഒരു വിചാരണയുടെ, നീതിയുടെ തുലാസിൻ്റെ നാളെ വരാനിരിക്കുന്നുവെങ്കിൽ എന്നയാൾ പറയുകയുണ്ടായി എന്നാണ്. ഈ സംഭവം സഹോദരന്മാരെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്താ? മരണാനന്തര ജീവിതം അത് വിചാരണയുടെയും അത് പ്രതിഫലത്തിൻ്റെയും വേദിയാണ്, ജീവിതമാണ്. ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളതായ ബോധം അത് യഥാവിധമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അത് നേർജീവിതാവുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സന്തുലിതത്വം അത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സംഭവം, ഇസ്രായേലിൽ ഒരു വ്യക്തി മക്കളെ വിളിക്കുക. എന്നിട്ട് മക്കളോട് പറയാണ്, മക്കളെ, അയ്യു അബിൻ കുൻതുലക്കും, ഞാൻ നിങ്ങളെ വാപ്പയാണ്. ഞാൻ എങ്ങനത്തെ വാപ്പയായിരുന്നു? നിങ്ങളോടുള്ള എൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അപ്പം മക്കൾ പറയാണ്, കുൻത ഖൈറ അബിൻ, വാപ്പ നിങ്ങൾ എത്ര നല്ല വാപ്പയായിരുന്നു. അപ്പം വാപ്പ പറയാണ്, നിങ്ങളോട് ഞാൻ നല്ല വാപ്പയായിരുന്നു, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നോളം മോശക്കാരൻ എണ്ണപ്പെടാൻ വേറെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള വാപ്പയായിരുന്നു ഞാൻ മരിച്ചാൽ പടച്ചോൻ്റെ കോടതിയിലേക്ക് എത്തിക്കപ്പെടും. അള്ളാഹുവിങ്കൽ ഞാൻ എത്തിക്കപ്പെട്ടാൽ ഒരാളെയും അള്ളാഹു ശിക്ഷിക്കാത്ത വിധം ശിക്ഷിക്കുന്ന ഒരു നാളെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ നിങ്ങളെന്നെ ചുട്ടുകരിച്ച് ഭസ്മമാക്കണം. പൊടിച്ച് ഭസ്മമാക്കി ആ ഭസ്മം നിങ്ങൾ ശക്തമായ കാറ്റുള്ള ദിവസം അത് വിതറി കാറ്റിൽ പറത്തി വിടണം. ചില ഇമാം അഹ്മദിൻ്റെ റിവായത്തിൽ കാണാം, പകുതി ഭസ്മം കരയിലും പകുതി ഭസ്മം നിങ്ങൾ കടലിലും വിതരണം. നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ സമ്പാദിച്ച സ്വത്ത് ഞാൻ നിങ്ങൾക്ക് തടയും, ഞാനത് മറ്റ് മാർഗേണ ചെലവഴിക്കും. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ആ വാപ്പ മക്കളോട് ഉടമ്പടി വാങ്ങി, കരാറ് വാങ്ങി, ഇങ്ങനെ വാപ്പാനെ മക്കൾ ചെയ്യാം എന്ന വ്യവസ്ഥയിൽ. അയാൾ മരിച്ചു. വാപ്പാൻ്റെ വസീയത്ത് മക്കൾ നടപ്പിലാക്കി. അയാളെ ചുട്ട് പൊടിച്ച് ഭസ്മമാക്കി ഒരു ഭാഗം കരയിലും അത് കാട്ടിലും മേട്ടിലും ഒക്കെയായി വിതറി. മറ്റൊരു ഭാഗം കടലിലേക്ക് കാറ്റടിച്ച് വീശുന്ന ദിവസം അവർ പറത്തി. അള്ളാഹുവിങ്കൽ മരണാനന്തരം ചെന്നെത്തിയ ഈ വ്യക്തിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യാൻ, വിചാരണ ചെയ്യാൻ. ചില റിപ്പോർട്ടുകളിൽ കാണാം, അള്ളാഹു കടലിനോട് പറഞ്ഞു, കടലിൽ വിതറപ്പെട്ട ഭസ്മത്തെ കൊണ്ടുവരാൻ. കരയോട് ആജ്ഞാപിച്ചു, അവിടങ്ങളിലുള്ള ഭസ്മം അത് കൊണ്ടുവരാൻ. അങ്ങനെ അള്ളാഹു പറഞ്ഞു, കുൻ ഫൈദാ ഹുവ റജുലുൻ ഖായിം, ആ ഭസ്മത്തോട് പറഞ്ഞു, നീ ഉണ്ടാകൂ. അപ്പോൾ അതാ ആ വ്യക്തി എഴുന്നേറ്റ് നിൽക്കുന്നു. അള്ളാഹു ചോദിച്ചു, എന്തിനാണ് നിൻ്റെ മക്കളോട് നീ നിന്നെ ഭസ്മമാക്കി കാറ്റിൽ പറത്തിക്കളയാൻ പറഞ്ഞത്? ആ വ്യക്തി അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ, മരണപ്പിറ്റേന്ന് ഞാൻ നിന്നെ കണ്ടുമുട്ടും. അപ്പോൾ എൻ്റെ ഭൗതിക ജീവിതം
അത് എന്ത് എന്ന് നന്നായി അറിയുന്നവൻ ഞാനാണ്. ഒരാളെയും ശിക്ഷിക്കാത്ത വിധം നീ എന്നെ ശിക്ഷിക്കും എന്നതെനിക്കറിയാം. അതുകൊണ്ട് നിൻ്റെ പിടിയിൽ വരാതിരിക്കാനാണ് ഞാനത് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്തിനെ കുറിച്ച് അയാളെ അറിയിച്ചു. അജ്ഞതയിൽ അയാളുടെ ഈ ചെയ്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് മാപ്പാക്കി കൊടുത്തു. അള്ളാഹു അയാൾക്ക് പുറത്തു എന്നുള്ളതാണ്. ഇവിടെ തൻ്റെ മക്കളെ വിളിച്ച് ഈ വാപ്പ ഇങ്ങനെ ഒരു ഉപദേശം, വസിയ്യത്ത് മരണത്തിൻ്റെ മുമ്പായി പറയാൻ അയാൾക്ക് പ്രചോദകമായത്, പ്രേരണയായത് എന്ത് എന്ന് ചോദിച്ചാൽ, മരണാനന്തരം അള്ളാഹുവിങ്കൽ ഒരു നൃത്തമുണ്ട്, പടച്ചതമ്പുരാൻ്റെ അടുക്കൽ ശിക്ഷയും വിചാരണയുമുണ്ട് എന്നുള്ള അറിവും ബോധ്യവുമാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളതായ നമ്മളുടെ അറിവും വിശ്വാസവും നമ്മളെ അള്ളാഹുവിനെക്കുറിച്ച് പേടിപ്പിക്കുകയും നമ്മുടെ ജീവിതം അത് നല്ലതാക്കുവാൻ കാരണമാക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കാനാണ് ഈ സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു ചരിത്രം, അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ. ഉമർ പരലോക ബോധം തൻ്റെ തലച്ചോറിൽ വളർത്തിയാണ് തൻ്റെ ദിനരാത്രങ്ങളെ ചെലവഴിക്കാറ്. അതുകൊണ്ട് അദ്ദേഹം പറയാറുണ്ട്, ഉമർ അമീറുൽ മുഅ്മിനീൻ ലതത്തഖിയന്ന അല്ലാഹ് വ ഇല്ല ലയുഅദ്ദിബന്നക അല്ലാഹ്. ഉമർ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനായ ഉമർ അള്ളാഹുവിനെ സൂക്ഷിച്ചു. ഉമർ ആത്മകഥ നടത്തുകയാണ്, സ്വന്തത്തോട് പറയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ, അള്ളാഹുവിനെ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അത് നിന്നെ തേടിയെത്തും എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന അദാബ റബ്ബിക ലവാഖി, റബ്ബിൻ്റെ ശിക്ഷ ഭവിക്കുന്നതാണ് എന്ന അർത്ഥം വരുന്ന ആയത്ത് അത് ഓതുന്നത് മതിലുകൾക്ക് ഇപ്പുറത്തുനിന്ന് കേട്ടപ്പോൾ ഉമർ അതിൽ വശീകൃതനായി, ഭയവിഹ്വലനായി, രോഗിയായി മാറിയ ചരിത്രം നമ്മൾ ഉമറുടെ ചരിത്രത്തിൽ വായിക്കുന്നത്. ഒരിക്കൽ ആറാബി വരിക, ആറാബി വന്ന് ഉമറിനോട് തൻ്റെ കഷ്ടപ്പാടും കുടുംബത്തിൻ്റെ കഷ്ടപ്പാടും അവതരിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? യാ ഉമറൽ ഖൈരി ജുസീതൽ ജന്ന ഉക്സു ബുനയ്യാതി വ ഉമ്മഹുന്ന വ കുല്ലനാ ദസ്സമാനി ജുന്ന ഉഖ്സിമു ബില്ലാഹി ലതഫ്അലന്ന. അറാബി രണ്ട് വരി കവിതയാണ്. യാ ഉമറൽ ഖൈർ, നന്മയുടെ ഉമറെ, ജുസീതൽ ജന്ന, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം പ്രതിഫലം നൽകട്ടെ. ഉക്സു ബുനയ്യാതി വ ഉമ്മഹുന്ന, എനിക്ക് പെൺമക്കളും ആ പെൺമക്കൾക്കൊരു ഉമ്മയുമാണ്. അവർ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, അതുകൊണ്ട് അവർക്ക് നിങ്ങൾ വസ്ത്രം നൽകണം. വക്കുല്ലനാ ദസ്സമാനി ജുന്ന, കാലക്കെടുതികളിൽ ഞങ്ങൾ പട്ടിണിയിലും വറുതിയിലുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാലക്കെടുതിയിൽ ഞങ്ങൾക്കൊരു പരിചയമായി വർത്തിക്കണം. ഉഖ്സിമു ബില്ലാഹ് ലതഫ്അലന്ന, അള്ളാഹുവിൽ സത്യം ചെയ്ത് ഞാൻ പറയുന്നു, ഉമർ നിങ്ങൾ ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം. ഉമർ അയാളോട് പ്രതികരിച്ചു, ഇദാ ലം അഫ്അൽ ഫമാദാ യകൂൻ, ഞാൻ നിങ്ങളെ സഹായിച്ചില്ല എങ്കിൽ എന്താ ഉണ്ടാവുക, എന്താ സംഭവിക്കുക? അപ്പോൾ ആറാബി പ്രതികരിച്ചു, ഇദൻ അബൂ ഹഫ്സിൻ ലഅംദിയന്ന, നിങ്ങൾ സഹായിക്കൂല എങ്കിൽ അബൂ ഹഫ്സ് ഉമറിൻ്റെ വിളിപ്പേരാണ്, ഉമർ ഞാൻ പോകും, നിങ്ങൾ സഹായിച്ചിട്ടില്ല എങ്കിൽ ഞാൻ പോകും. അപ്പോൾ വീണ്ടും ഉമർ പ്രതികരിക്കുകയാണ്, ഇദാ ലഹബ്ത ഫമാദാ യകൂൻ, നീ പോയി എങ്കിൽ പിന്നെ എന്താ? അപ്പോൾ ആറാബി വീണ്ടും രണ്ട് വരി കവിത ചൊല്ലി. ആ രണ്ട് വരി കവിതകൾ പരലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കവിതകളാണ്.
അത് ഉമറിനെ പിടിച്ചുലച്ചു. എന്താ സംഭവിച്ചത്? ആറാബി പറഞ്ഞു, അൻ ഹാലി ലതുസ്അലുന്ന യൗമ തകൂനുൽ ഉഅതിയാതു മിന്ന വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്ന ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്ന. ആറാബി പറഞ്ഞത്, ഞാൻ പോയാൽ എന്താ സംഭവിക്കുക എന്നല്ലേ. സംഭവിക്കൽ എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഉമർ നിങ്ങൾ ചോദിക്കപ്പെടും. അന്ന് ദാനധർമ്മങ്ങളും അതേപോലെ തന്നെ സമ്പത്ത് നൽകലുമൊക്കെ വലിയ അനുഗ്രഹമായി വർത്തിക്കുന്ന ഒരു ദിവസമായിരിക്കും. ചോദിക്കപ്പെടുന്ന മനുഷ്യൻ അള്ളാഹു ദാനധർമ്മങ്ങളെക്കുറിച്ചും ഔദാര്യങ്ങളെയൊക്കെ കുറിച്ച് ആരോട് ചോദിക്കുന്നു, ആ വ്യക്തിയുടെ അവസ്ഥ എന്താ? വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്ന ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്ന. അയാൾ ഒന്നുകിൽ ഞാൻ സ്വർഗത്തിലേക്കാണ്, ഞാൻ നരകത്തിലേക്കാണ്, ഏതിലേക്ക് ഞാൻ വിധിക്കപ്പെടും എന്നറിയാത്ത ഒരവസ്ഥയിലായിരിക്കും. ആ ദിവസം വന്നാൽ എന്നെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും എന്ന് ഉമറിനെ വിളിച്ച് ഈ ആറാബി പറഞ്ഞു. ഉമർ തൻ്റെ വീട്ടിൽ കയറി ശൂന്യഹസ്തനായി ഇറങ്ങി വന്നു. ശരീരത്തിൽ പരതി ഒന്നുമില്ല. അവസാനം ഉമറിൻ്റെ കിസ വസ്ത്രം ഊരി ഈ ആറാബിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ആറാബി, വീട്ടിലും ഒന്നുമില്ല, ദേഹത്തിലും ഒന്നുമില്ല, ഈ കിസ, ഈ വസ്ത്രം ഞാൻ ധരിച്ചതല്ലാതെ ഇത് കൊണ്ടുപോയിക്കോളൂ നിങ്ങൾ, ഇതേ എനിക്ക് തരാനുള്ളൂ. ഇത് എനിക്ക് ആ ദിവസം വന്നാൽ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് ഭയന്ന് വിചാരണയുടെ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ ദാനമാകട്ടെ എന്ന് പറഞ്ഞാണ് ആ ആറാബിയെ ഉമർ തിരിച്ചയച്ചത്. തൻ്റെ ഭൃത്യനോട് ഉമർ പറയാണ്, വീട്ടിലും ഒന്നുമില്ല, കയ്യിൽ നൽകാനും ഒന്നുമില്ല, ഈ ഒരു വസ്ത്രം ഊരി നൽകാനല്ലാതെ ഒന്നുമില്ലാത്തത് കാരണത്താലാണ് ഞാനത് ചെയ്തത് എന്നാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഉമറിൻ്റെ ആ ജീവിതത്തിൽ ഉമറിനെ വികാരഭരിതനാക്കിയതും ലോലഹൃദയനാക്കിയതും ഉമറിനെ കൊണ്ട് ഇപ്പണി ചെയ്യിച്ചതും പരലോകത്തെക്കുറിച്ചുള്ളതായ പരാമർശം കേൾക്കുകയും വിചാരണയെക്കുറിച്ചുള്ളതായ ഉത്ബോധനം കേൾക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ്. നമ്മുടെ ഈ വിഷയം അതൊരു വിശാലമായ പരന്ന വിഷയം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ശ്രവിക്കുന്നു, കേൾക്കുന്നു എന്ന് നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യമാണ് ഇതൊക്കെ. ചില സംഭവങ്ങൾ നമ്മൾ കേട്ടു, ഇതുപോലെ ധാരാളം സംഭവങ്ങളാണ്. 2 ആടുകൾ കുത്തുവിടുകയാണ്. ആടുകൾ കുത്തുവിടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടെ ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദറിനെ വിളിച്ചിട്ട് പറയണം, അബൂദർ അതദ്രി ഫീമ തൻതതിഹാൻ, അബൂദർ നിങ്ങൾക്കറിയുമോ എന്തിനാണ് ആടുകൾ കുത്തുകൂടുന്നതെന്ന്? അപ്പോൾ അബൂദർ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വലാകിന്നല്ലാഹ യദ്രി വസയഖ്ദി ബൈനഹുമാ ഫീമ തൻതതിഹാൻ. അബൂദർ, നിങ്ങൾക്ക് ആ ആടുകൾ കുത്തുകൂടുന്നത് എന്തിനാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹ്ക്ക് ആ ആടുകൾ കുത്തുകൂടുന്നത് എന്തിനാണെന്നുള്ളത് അറിയാം. അള്ളാഹു അവർ കുത്തുകൂടിയ വിഷയത്തിൽ അവർക്കിടയിൽ വിധി തീർപ്പ് നടത്തും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ വിധി തീർപ്പിനെ, വിചാരണയെ അവിടെ അബൂദറിനെ അനുസ്മരിക്കുകയുണ്ടായി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവിധം സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ഓർമ്മിപ്പിക്കുകയും ഉണർത്തുകയും മനസ്സിലൂട്ടുകയും ചെയ്ത ഒരു വിശ്വാസമാണ് മരണാനന്തര ജീവിതം. കാരണം മരണത്തോടുകൂടി ഒന്നും തീരണില്ല, മരണത്തോടുകൂടി എല്ലാം തുടങ്ങുകയാണ്. എല്ലാവർക്കും മരണമുണ്ട് എന്ന് പറഞ്ഞില്ലേ? മരണത്തിനും മരണമുണ്ട്, എല്ലാവർക്കും മരണമുണ്ട്, മരണത്തിനും മരണമുണ്ട്. അതാണ് ദീൻ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. മരണത്തിന് മരണമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പിന്നെ മരണം ഇവിടെ ആരെയും മരിപ്പിക്കാൻ ഉണ്ടാവില്ല എന്നർത്ഥം. സ്വർഗാർഹർ സ്വർഗത്തിൽ പ്രവേശിക്കും, നരകാർഹർ നരകത്തിൽ പ്രവേശിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. നരകാർഹർ നരകത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ സ്വർഗാർഹർ
സ്വർഗീയ സുഖങ്ങളിൽ ആറാടി ജീവിക്കുക. നരകാർഹർ നരകത്തിൻ്റെ ശിക്ഷയിൽ, അദാബിൽ, പ്രയാസങ്ങളിൽ ജീവിക്കുകയാണ്. അപ്പോഴാണ് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഉന്നതങ്ങളിൽ നിന്നൊരു വിളി, യാ അഹ്ലൽ ജന്ന, സ്വർഗവാസികളെ. അപ്പോൾ സ്വർഗവാസികൾ ലബ്ബൈക് എന്ന് പറഞ്ഞ് ഉത്തരം നൽകുമ്പോൾ ഹദീസിൽ കാണാം, ഖായിഫീന വജിലീൻ, പേടിച്ച് ഭയചകിതരായിട്ടാണ് അവർ ആ വിളിക്ക് ഉത്തരം നൽകുക. എന്തുകൊണ്ടാണ് യാ അഹ്ലൽ ജന്ന, സ്വർഗവാസികളെ എന്ന് വിളിക്കുമ്പോൾ സ്വർഗാർഹർ ഭയവിഹുലായിട്ട് ഉത്തരം ചെയ്യുന്നത്? ഈ സുഖത്തിൽ നിന്ന് ഞങ്ങളെ എടുത്തു കൊണ്ടുപോവുകയാണോ, പുറത്താക്കുകയാണോ ഈ വിളിക്കപ്പുറം എന്നതാണ് അവരുടെ ഉത്കണ്ഠ. എന്നാൽ നരകാർഹരെ വിളിക്കും യാ അഹ്ലന്നാർ, നരകവാസികളെ. അപ്പോൾ നരകവാസികൾ പ്രതീക്ഷയിൽ, സന്തോഷത്താൽ വിളിക്കുത്തരം ചെയ്യും ലബ്ബൈക്ക് എന്ന്. എന്തുകൊണ്ട്? ഈ ശിക്ഷയും ഈ പ്രയാസങ്ങളും അവസാനിച്ച് ഇവിടെ അസ്തമിച്ച് ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വിളിക്കുകയാണോ എന്നുള്ളതാണ് നരകവാസികളുടെ ആ ഉത്തരം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളെ വിളിക്കുന്നതും നരകവാസികളെ വിളിക്കുന്നതും അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ ആടിൻ്റെ രൂപത്തിൽ മൗത്തിനെ കൊണ്ടുവരും, ആടിൻ്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്കറിയുമോ ഇതെന്താണ് എന്ന്? സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ആ ആടിനെ, മരണത്തെ പ്രദർശിപ്പിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്കറിയുമോ ഇതെന്താണ് എന്ന്? അപ്പം സ്വർഗവാസികൾക്കും നന്നായിട്ടറിയാം, നരകവാസികൾക്കും നന്നായിട്ടറിയാം അതെന്താണ് എന്ന്. ആരും അത് ആടാണ് എന്നല്ല പറയുക, പിന്നെയോ അത് മരണമാണ് എന്നാണ് പറയുക. സ്വർഗവാസികൾ പറയും ഞങ്ങൾക്കറിയാം അത് മരണമാണ്, നരകവാസി പറയും ഞങ്ങൾക്കറിയാം അത് മരണമാണ്. ഈ സമയം ആ മരണത്തെ അറുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ സ്വർഗ നരകങ്ങൾക്കിടയിൽ വെച്ച് ആ കബിഷിൻ്റെ, ആടിൻ്റെ രൂപത്തിലുള്ള മരണത്തെ അറുത്തതിന് ശേഷം സ്വർഗവാസികളോട് പറയും, ഖുലൂദുൻ, നിത്യവാസമാണ്, ഇനി ഇവിടുന്ന് പുറത്തിറങ്ങലില്ല. നരകവാസികളോടും പറയും, ഖുലൂദുൻ, നിത്യവാസമാണ്, പുറത്ത് പോകുന്ന പ്രശ്നമല്ല. അങ്ങനെയാണ് മരണത്തിനും മരണമുണ്ട്, അതിനുശേഷം പിന്നെ മരണമല്ല, നിത്യവാസമാണ്. അപ്പോൾ ഇവിടെ സഹോദരന്മാരെ, നമ്മൾ മരണത്തിലൂടെ കാലെടുത്ത് വെക്കുന്നത് നിത്യജീവനിലേക്കാണ്, നിത്യമായിട്ടുള്ള നമ്മളുടെ വാസത്തിലേക്കാണ്. ആ പരലോക ജീവിതത്തിൽ അതിൻ്റെ അവസ്ഥകൾ, അതിലുള്ള വിധികൾ, അതിലുള്ള വിഷയങ്ങൾ, അത് വളരെ ഗൗരവപ്പെട്ട, ഘനപ്പെട്ട വിഷയങ്ങളാണ്. അത് നമ്മുടെ മനസ്സുകളിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ അതിനെ ആലോചിച്ച് നമ്മളെ തന്നെ വിചാരണ നടത്തേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. മരണാനന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബർസഖിനെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് ബർസഖ്? നമുക്ക് ദാറുദ്ദുന്യയും ദാറുൽ ബർസഖും ദാറുൽ ജസാഉമാണ്. 3 ലോകങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. ദാറുദ്ദുന്യ നമ്മുടെ ഈ ഭൗതിക ജീവിതമാണ്. ദാറുൽ ബർസഖ് മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ഇടവേളയാണ്. പിന്നെ ദാറുൽ ജസാ, അത് ദാറുൽ ആഖിറ, അന്ത്യനാളാണ്. ദാറുദ്ദുന്യ ഈ ഭൗതിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ശരീരമുണ്ട്, ആത്മാവുണ്ട്. നമ്മുടെ ശരീരത്തിനും ആത്മാവിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വിധികളെ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മതശാസനകളെയും നിയമങ്ങളെയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഭൗതികതയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേഹം, ശരീരം, അതിനാണ് വിധികൾ കൂടുതൽ ബാധകം. ആത്മാവ് അതിനെ തുടർന്നാണ്, ആത്മാവിന് കൂടുതലായിട്ടില്ല. പിന്നെയോ ശരീരത്തിനാണ് നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള വിധിവിലക്കുകൾ കൂടുതൽ. എന്നാൽ നമ്മൾ മരിച്ച് മൺമറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരേക്കും ആത്മാവിനാണ് പ്രഭാവം. ശരീരം അതിനെ തുടർന്നാണ്. കൂടുതൽ വിധികളും അള്ളാഹുവിൽ നിന്നുള്ള വിഷയങ്ങളും അത് ആത്മാവിനോടാണ്, ആത്മാവിന് നേരെയാണ്. ശരീരങ്ങൾ അതിനെ തുടർന്നാണ്. അതുകൊണ്ടാണ് മരിച്ചാൽ ദേഹം ഇവിടെ ശേഷിക്കും,
അതിനെ കുളിപ്പിച്ച് കഴുകി കഫൻ ചെയ്ത് സുഗന്ധം പുരട്ടിയൊക്കെയാണ് നമ്മൾ സംസ്കരിക്കുന്നത്. ആത്മാവ് വാനങ്ങളിലേക്ക് ഉയരുകയാണ്. ആത്മാവിനെ മലക്കുകൾ കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ഫോക്കസിൻ്റെ മീറ്റിൽ അതിവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മാലാഖമാർ ആത്മാവിനെയും കൊണ്ട് ചെല്ലും. വിശ്വാസിയുടെ ആത്മാവാണ് എങ്കിൽ അത് ഉപരിലോകത്തേക്ക് ഉയർത്തപ്പെടും. വാനലോകം അതിനുവേണ്ടി കവാടങ്ങൾ തുറന്നിടും. അത് അള്ളാഹുവിലേക്ക് ഉയർത്തും. അള്ളാഹു അത് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ രേഖപ്പെടുത്തുന്ന ഇല്ലിയീനിൽ രേഖപ്പെടുത്തുകയും വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അത് ഇല്ലിയീനിലാണ്, അത്യുന്നതങ്ങളിലാണ്. എന്നാൽ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമ, മരണം വരിച്ച് മരണപ്പെടുത്തി മലക്കുകൾ ആത്മാവിനെ കൊണ്ടുചെന്നാൽ ആകാശ കവാടങ്ങൾ അവർക്ക് തുറക്കപ്പെടുകയില്ല. അത് ആകാശത്തിൽ നിന്ന് പാതാളത്തിലേക്ക് എറിയപ്പെടുകയും സിജ്ജീൻ എന്ന് പറയുന്ന പാപികളുടെ അവിശ്വാസികളുടെ ആത്മാക്കൾ രേഖപ്പെടുത്തപ്പെടുന്ന രേഖയിൽ രേഖപ്പെടുത്തപ്പെടുകയും അത് പാതാളത്തിൽ ശിക്ഷാർഹമായി ശേഷിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. എല്ലാം ആത്മാവുമായി ബന്ധപ്പെട്ടാണ്. ആകാശ ലോകത്തിനുപരിയിൽ ഇല്ലിയീനിൽ ആത്മാക്കൾ സന്ധിക്കുന്നതുമായി ആത്മാക്കൾ പരസ്പരം സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ കാണാൻ സാധിക്കും. പറഞ്ഞു വരുന്നത്, മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ആത്മാവിനാണ് പ്രഭാവം. വിധികളും വിഷയങ്ങളും ആത്മാവിനെ ബാധിക്കും വിധമാണ് പരാമർശിക്കപ്പെട്ടുള്ളത്. ശരീരം അതിനെ തുടർന്നാണ്. ശരീരത്തിനും ബർസഖി ലോകത്ത് അതിൻ്റേതായ ചില പ്രത്യേകതകളും അവസ്ഥകളുമുണ്ട്, പ്രമാണങ്ങളിൽ വന്നതുപോലെ. ദാറുൽ ജസ മൂന്നാമത്തെ നമ്മളുടെ ലോകമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ജീവിക്കുവാൻ നിശ്ചയിച്ച മൂന്നാമത്തെ ലോകം അതാണ് ദാറുൽ ജസ, ദാറുൽ ആഖിറ, പരലോക എന്ന് പറയുന്ന ലോകം. അവിടെ ഈ രണ്ട് ലോകത്തിൽ നിന്നും വ്യത്യസ്തമാണ് കാര്യം. ദുനിയാവിൽ ദേഹത്തിന്, ശരീരത്തിനാണ് പ്രഭാവം കൂടുതൽ. ബർസഖിൽ ദേഹിക്ക്, ആത്മാവിനാണ് പ്രഭാവം കൂടുതൽ. എന്നാൽ പരലോകത്തെത്തിയിട്ടുണ്ട് എങ്കിൽ ആത്മാവിനും ദേഹത്തിനും സമാസമം ഒരുപോലെയാണ് പ്രഭാവം, ഒരുപോലെയാണ് വിധികൾ, വിഷയങ്ങൾ. ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽക്കുവാൻ അവരുടെ റൂഹിനെ ശരീരത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്നത്. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ശാ അല്ലാഹ് സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. കാഹളത്തിൽ ഊതുവാൻ നിശ്ചയിക്കപ്പെട്ട മലക്ക് കാഹളത്തിൽ ഊതും. കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, വാനങ്ങളിലുള്ളവർ ഭൂമിയിലുള്ളവരെല്ലാം ജീവനറ്റ് വീഴും. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർ ഒഴികെ. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, വീണ്ടും ഒരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെടും. ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ, അപ്പോഴതാ ജീവനറ്റ് മരണപ്പെട്ടവരെല്ലാം എഴുന്നേൽക്കുകയായി, അവർ നോക്കുകയായി. പിന്നീട് അവർ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അള്ളാഹുവിൻ്റെ കോടതിയിലേക്കുള്ള പ്രയാണത്തിലാണ്. ഹദീസുകളിൽ കാണാം, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ എല്ലാം നശിക്കും. അമ്പിയാക്കൾ മാത്രമാണ് അതിൽ നിന്ന് ഒഴിവുള്ളത്. അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഫ്ദല അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ചയാണ്. ഫീഹി ഖുലിഖ ആദം, വെള്ളിയാഴ്ച ആദം സൃഷ്ടിക്കപ്പെട്ടു. വഫീഹി ഉദ്ഖിലൽ ജന്ന, വെള്ളിയാഴ്ചയാണ് ആദം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. തുടങ്ങി ആദമിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ റസൂലുള്ളാഹി ഉണർത്തിയതിന് ശേഷം വഫീഹി നഫ്ഖ വഫീഹി സാഖ, വെള്ളിയാഴ്ചയായിരിക്കും ലോകാവസാനത്തിന് വേണ്ടിയിട്ടുള്ള കാഹളത്തിൽ ഊതപ്പെടുന്നത്. ആ വെള്ളിയാഴ്ചയായിരിക്കും ലോകം മുഴുവൻ ജീവനറ്റ് വീഴുന്നതായ ദിവസവും. ഫസല്ലു അലൈ ഫഅക്സിറു അലയ്യ മിനസ്സലാഹ്, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഫഇന്ന സലാത്തക്കും മഅറൂദത്തുൻ അലൈ, നിങ്ങൾ സലാത്ത് ചൊല്ലുക, നിങ്ങളുടെ സലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് പ്രദർശിപ്പിക്കപ്പെടുക? വഖദ് അറംത്, നിങ്ങൾ മരണശേഷം ജീർണിച്ചിട്ടുണ്ടാവുകയില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബിമാരുടെ അജ്സാദ്, ഭൗതിക ശരീരങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിനെ നിഷിദ്ധാക്കിയിട്ടുണ്ട്. മണ്ണിൽ അതൊരിക്കലും ജീർണിക്കുകയോ അഴകുകയോ ചെയ്യില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബിമാർ, അവർക്ക് ഈ മണ്ണിൽ ലയിക്കുക എന്നുള്ളതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആദരവാണത്. എന്നാൽ നബിമാരൊഴിച്ചുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ മണ്ണിൽ ലയിക്കും, ജീർണിക്കും. അവർ മണ്ണായി, അവർ എല്ലായി ജീർണിച്ച് മണ്ണായി മാറുന്ന അവസ്ഥ ഉണ്ട്. പക്ഷേ ഒരു അജബു ദനബ് എന്ന് പറഞ്ഞൊരു എല്ലിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നട്ടെല്ലിൻ്റെ അവസാനമുള്ള വാൽക്കുറ്റിയിലുള്ള ഒരു എല്ലാണത്. ഈ അജബു ദനബ് മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും നശിക്കില്ല. അത് നാശമില്ലാതെ ജീർണിക്കാതെ ശേഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിനോടനുബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഴ പെയ്യിക്കും. അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരെല്ലാം ജീവനറ്റ് വീണ് കഴിഞ്ഞാൽ ഒരു മഴ പെയ്യിക്കുകയും ആ മഴയേറ്റ് അജബ് ദനബിൽ നിന്നാണ് ഉയർത്തെഴുന്നേൽപ്പ്. മനുഷ്യരെല്ലാവരും ആ അജബ് ദനബ്, വാൽക്കുറ്റിയിലെ ആ എല്ലിൽ നിന്ന് വീണ്ടും പുനർഘടിപ്പിക്കപ്പെടും. അങ്ങനെ അവർക്ക് പുനഃസൃഷ്ടിയുണ്ടായാൽ അവർ എഴുന്നേൽക്കുകയായി. അവർ അള്ളാഹുവിലേക്ക് വേഗത്തിൽ ചെല്ലും. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതപ്പെടും. ഫഇദാ ഹും മിനൽ അജ്ദാസ്, കാഹളത്തിൽ ഊതപ്പെട്ടാൽ അവർ അതാ ഖബറുകളിൽ നിന്ന് ഇലാ റബ്ബിഹിം യൻസിലൂൻ, തങ്ങളുടെ റബ്ബിലേക്ക് വേഗത്തിൽ കുതിച്ചു ചെല്ലുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയായി. റൂഹിനെ ശരീരത്തിലേക്ക് തിരിച്ചു നൽകും. ശരീരത്തിൻ്റെ ഘടന അത് പുനഃഘടിപ്പിക്കപ്പെടുകയും മനുഷ്യർക്ക് പുനഃസൃഷ്ടിപ്പ് നൽകപ്പെടുകയും ചെയ്യും. ദാറുൽ ജസാഇൽ അൽ ആഖിറത്തിൽ, പരലോകത്തിൽ, ഈ ദേഹത്തിനും അതിലുള്ള ദേഹിക്കും ഒരുപോലെയാണ് അള്ളാഹുവിൽ നിന്നുള്ളതായ ഹുക്കുമുകളുള്ളത്, വിധികളുള്ളത്. രക്ഷയാണ് എങ്കിൽ രക്ഷ, ശിക്ഷയാണ് എങ്കിൽ ശിക്ഷ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാ. അത് ദേഹത്തിനും ദേഹിക്കും ഒരുപോലെ, ശരീരത്തിനും ആത്മാവും ഒരുപോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദാറുൽ ജസാഇൽ പറഞ്ഞിട്ടുള്ളത്. ആളുകൾ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. മഹ്ശർ മനുഷ്യർ കൂടിയാണ്. മഹ്ശർ വിചാരണയുടെ വേദിയാണ്. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാകുന്നു മഹ്ശർ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സിറിയക്ക് നേരെ, ജെറുസലേമിന് നേരെ വിരൽ ചൂണ്ടി അത് മഹ്ശറാണ്, മനുഷ്യറാണ് എന്ന് പറഞ്ഞത് കാണുവാൻ സാധിക്കും. അള്ളാഹു ഈ ഉലകത്തിൽ ഈ ഭൂമിയെ തന്നെയാണ് നിരപ്പാക്കി, നിമ്നോന്നതങ്ങളില്ലാതെ ചൊവ്വാക്കി വിചാരണയുടെ വേദിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയസ്അലൂനക അനിൽ ജിബാൽ ഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ ഫയദറുഹാ ഖാഅൻ സഫ്സഫ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംത. പർവ്വതങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ പറയുക, പർവ്വതങ്ങളെ അല്ലാഹു പൊടിച്ച് നിരപ്പാക്കും. നിമ്നോന്നതങ്ങളില്ലാതെ, വളവില്ലാതെ നിരന്ന സ്ഥലമാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ വിടുമെന്നുള്ളതാണ്. ആ ഭൂമി തന്നെയാണ് മഹ്ശർക്കുള്ള, മനുഷ്യർക്കുള്ള മഹ്ശറും മനുഷ്യർക്കുള്ള മൻഷറും, ഉയർത്തെഴുന്നേൽക്കാനുള്ള ഇടവും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം വിചാരണയ്ക്ക് വേണ്ടി ഒത്തുകൂടുന്നതായ ഇടവും. ദീനുൽ ഇസ്ലാം വിഷയങ്ങൾ സൂക്ഷ്മമായി, വളരെ കൃത്യമായി, കണിശമായിട്ടാണ് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണർത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ വിഷയങ്ങൾ പലതും അത് ബുദ്ധിയുടെ തുലാസിൽ തൂങ്ങുന്നതാണ് എങ്കിൽ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് ക്ഷമമായതാണ് എങ്കിൽ, പഞ്ചേന്ദ്രിയങ്ങൾക്ക്, സംവേദനകൾക്ക് ക്ഷമമാണ് എങ്കിൽ അതിനെക്കുറിച്ച് വിധിക്കുവാനും പറയുവാനുമാണ് ശാസ്ത്രത്തിനാവുക. അവരിൽ, ശാസ്ത്രകാരന്മാരിൽ
സത്യം പറയുന്നവർ അവർക്ക് ബുദ്ധിയുടെ തുലാസിൽ തൂങ്ങുന്ന വിഷയങ്ങൾ, അതേപോലെ തന്നെ സംവേദനക്ഷമമായിട്ടുള്ളതായ വിഷയങ്ങൾ, അതിലാണ് വിധിക്കുവാനും പറയുവാനും സാധിക്കുക. ഇബ്നു ഖൽദൂൻ പറഞ്ഞതുപോലെ തുലാസുകളെല്ലാം ഒരുപോലെയല്ല. സ്വർണം തൂക്കുന്ന തുലാസുണ്ട്, പാറ തൂക്കുന്ന തുലാസുണ്ട്. സ്വർണം തൂക്കുന്ന തുലാസിൽ പാറ തൂക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ അത് നടക്കില്ല. ഇതേപോലെയാണ് ബുദ്ധിയാകുന്ന തുലാസിൽ തൂങ്ങുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളാണ് ബുദ്ധിയിൽ തൂക്കാൻ പറ്റുക. തൗഹീദുമായി ബന്ധപ്പെട്ട്, പരലോകവുമായി ബന്ധപ്പെട്ട്, നുബുവത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് കേവല ബുദ്ധിയിൽ തൂങ്ങുന്ന വിഷയങ്ങളെല്ലാം അതിന് അവലംബിക്കേണ്ടത് പ്രമാണങ്ങളെയാണ്. അതിഭൗതികതയുമായി പരലോകവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ അറിയുന്നത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലാക്ക് മാത്രമാണ്. അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായ പ്രമാണങ്ങൾ, അതാണ് ഈ വിഷയങ്ങളിൽ നമുക്ക് വിവരവും അറിവും നൽകുക. ഇസ്ലാമിൽ പരലോകവുമായി ബന്ധപ്പെട്ട്, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ സൂക്ഷ്മമായി വിഷയങ്ങൾ, പരലോകത്തിൻ്റെ ഗൗരവം, പരലോകം സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നടുക്കവും, അതേപോലെ തന്നെ ഭീതിജനകമായ അവസ്ഥാവിശേഷങ്ങൾ, ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അവസ്ഥയും അവരുടെ സാഹചര്യങ്ങളും, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ മഹ്ശർ അവൻസഭയിൽ ഒത്തുകൂടിയാൽ മനുഷ്യരുടെ അവസ്ഥ, അള്ളാഹുവിൻ്റെ അർശ് അത് തണൽ വിരിക്കും. ആ തണൽ വിരിക്കപ്പെട്ടാൽ ആ തണലിൻ്റെ ഛായയിൽ സുഖിക്കുന്ന പുണ്യാളന്മാർ, അതിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിപ്രകാരം, അനുവാദപ്രകാരം ശുപാർശകന്മാർ നിർവഹിക്കുന്ന ശുപാർശ, വിചാരണയിൽ കൃത്യമായ വിചാരണ, അത് പടപ്പുകളെ ബോധ്യപ്പെടുത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതായ മാനദണ്ഡങ്ങൾ, അള്ളാഹുവിൻ്റെ മീസാൻ, അതേപോലെ അള്ളാഹുവിൻ്റെ സാക്ഷികൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കുന്നതായ സംസാരങ്ങൾ, ചോദ്യങ്ങൾ, ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷ അർഹിക്കുന്നവർക്ക് നൽകുന്ന രക്ഷയുടെ വിഷയങ്ങൾ, ശിക്ഷാർഹരായവർക്ക് ശിക്ഷയുടെ വൈവിധ്യങ്ങൾ, സ്വർഗവുമായി ബന്ധപ്പെട്ട്, നരകവുമായി ബന്ധപ്പെട്ട്, നരകത്തിന് മീതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുന്ന സിറാത്തുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഇസ്ലാമിൽ പ്രമാണങ്ങളിൽ വളരെ സൂക്ഷ്മമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആളുകൾ അവ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സമയം കാണുകയും അങ്ങനെ പരലോകത്തെക്കുറിച്ച് ബോധമുള്ളവരായി വിചാരണയുടെ വേദിയെക്കുറിച്ചും രക്ഷാശിക്ഷകളെക്കുറിച്ചും ഉത്ബുദ്ധന്മാരായി കൊണ്ടുള്ള ഒരു ജീവിതത്തിന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുവാൻ സമയം കാണുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യണം എന്നാണ് വസിയ്യത്ത് ചെയ്യുവാനുള്ളത്. പരലോകം സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞതെന്താ? വതറന്നാസ സുകാറ വമാ ഹും ബിസുകാറ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ജനങ്ങൾ ലഹരി പിടിച്ചതുപോലെ നിനക്കവരെ കാണാം. അവർക്ക് ലഹരി ബാധിച്ചതല്ല, അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ കണ്ടുള്ള ഭീതിയും ഭയപ്പാടുമാണ് അവരെ അപ്രകാരമാക്കുന്നത്. തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ. മുലയൂട്ടുന്ന ഉമ്മമാർ കുഞ്ഞുങ്ങളെ തൊട്ട് അശ്രദ്ധമാകുന്ന ഒരു ദിനം, ഗർഭിണികൾ അവരുടെ ഗർഭ പിരീഡ് എത്രമാത്രമാണെങ്കിലും ഗർഭത്തിലുള്ളതിനെ പ്രസവിച്ചു പോകുന്ന ഭീതിജനകമായ ഒരു ദിനം, അതാണ് പരലോകം. യൗമൻ യജ്അലുൽ വിൽദാന ശീബ. കുട്ടികൾ പോലും നരച്ചു പോകുന്ന വിധം ഭീതിജനകമായിട്ടുള്ള ഒരു ദിവസം. ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. യൗമൻ അബൂസ്, മനുഷ്യർ മുഖം ചുളിച്ച് നെറ്റി ചുളിച്ചു പോകും വിധം ഭീതിജനകമായ ഒരു ദിവസം, ദൈർഘ്യമേറിയ ഒരു ദിവസം. ഇതൊക്കെ പരലോകത്തിൻ്റെ വിഷയത്തിൽ പറയപ്പെട്ടതാണ്. അന്നേ ദിവസം ഇദശംസു കുവ്വിറത്, സൂര്യൻ്റെ പ്രഭ കെടുകയാണ്. വൈദൽ കവാകിബു ഇൻതസറത്,
വാനലോകത്തുള്ള നക്ഷത്രാദികൾ ഉതിർന്നു വീഴുകയാണ്. അറബികൾ ഏറെ ഓമനിക്കുന്ന മൃഗമാണ് ഒട്ടകം. അതിൽ ഒട്ടകങ്ങളിൽ ഇഷാർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഗർഭിണികളായിട്ടുള്ള ഒട്ടകങ്ങളാണ്. പ്രത്യേകം പരിഗണിച്ച് നോക്കി വളർത്തുന്ന ഓമനിക്കുന്ന ഒരു പിരീഡാണ് പെണ്ണൊട്ടകങ്ങളെ സംബന്ധിച്ചിടത്തോളം അറബികൾക്കിടയിൽ. അള്ളാഹു പറയുകയാണ്, എല്ലാവർക്കും ബോധ്യപ്പെടാൻ തങ്ങൾക്ക് വിലപ്പെട്ടതും കനപ്പെട്ടതും സ്വാർത്ഥമായതുമെല്ലാം മനുഷ്യർ വിഗണിച്ച് പരിഗണിക്കാതെ വിട്ടേക്കുന്ന അവസ്ഥ. വഇദൽ ഇഷാറു ഉഖ്തിലത്, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ പോലും വിസ്മരിക്കപ്പെടുന്ന ഒഴിവാക്കപ്പെടും വിധം മനുഷ്യൻ ദുനിയാവിൽ നിന്ന് വിമുഖരായി ഭീതിയിൽ പേടിയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു ദിവസമാണ് പരലോകത്തോട് കൂടിയിട്ട് സംജാതമാകുന്നത്. ഉയർത്തെഴുന്നേൽക്കുന്നവർ ഹുഫാത്തൻ ഉറാത്തൻ ഉറാത്തൻ ഉർല, അതുപോലെ ബുഹ്മ എന്നൊക്കെ ഹദീസിൽ കാണാം, നഗ്നതയുടുത്ത് നഗ്നപാതരായി ചേലാകർമ്മം പോലും നിർവഹിക്കാത്ത വിധം ഇരുണ്ട ശാരീരിക പ്രകൃതിയിൽ ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പരലോകത്തിൻ്റെ ഭീതി അറിയിക്കുന്ന ഒരു സന്ദർഭം ഈ തിരുമൊഴി പറയപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായി. അതെന്താ? മനുഷ്യർ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും നഗ്നതയുടുത്ത്, ഉടുമുണ്ടില്ലാതെ നഗ്നപാതരായി ചേലാകർമ്മം പോലും നിർവഹിക്കാത്ത വിധം ബഹുമായി ഇരുണ്ട ശരീരമുള്ളവരായി. വാ സൗഅതാ എന്ന് പറഞ്ഞ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല പ്രതികരിച്ചു. അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായാൽ നഗ്നത കാണില്ലേ? അന്നാസ് യൻദുറു ബഅദുഹും ബഅദ, ജനങ്ങൾ ചിലർ ചിലരെ നോക്കുകയില്ലേ, നഗ്നത കാണൂല്ലേ എന്ന് പറഞ്ഞ് ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ തൻ്റെ പ്രയാസം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആയിഷ, ആളുകൾ നഗ്നത അന്യോന്യം കണ്ട് ആസ്വാദരാകുന്ന ഒരു ദിവസമല്ല അത്. പരലോകത്തിൻ്റെ ഭീതിയാണ്, ഭയവിഹ്വലതയാണ്. അതുകൊണ്ട് തന്നെ ആരും നഗ്നതൊന്നും കണ്ടു നിൽക്കാനുള്ള ഒരു നാളെയല്ല വരാനിരിക്കുന്നത് എന്ന് ഉമ്മുൽ മുഅ്മിനീനെ തിരുത്തി നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുകയുണ്ടായി. പരലോകമേറെ ഭീതിജനകമാണ്, ഭയപ്പാടാണ് സമ്മാനിക്കുന്നത്. അങ്ങനെയുള്ള പരലോകത്തിൻ്റെ ഭീതിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ സമാധാന ചിത്തരും ആശ്വാസമുള്ളവരുമാണ് എന്ന് പ്രമാണവചനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. യാ വൈലന മൻ ബഅസനാ മിൻ മർഖദിന, ഞങ്ങളുടെ നാശമേ, ഉറങ്ങിക്കിടക്കുന്നിടത്ത് ഞങ്ങൾ ആരെയാണ് വിളിച്ചുണർത്തിയതെന്ന് പറഞ്ഞ് അവിശ്വാസി പരിതപിക്കുമ്പോൾ, വേവതി കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓർമ്മയുണ്ട്, പരലോകം അവർ ഓതി പഠിച്ചിട്ടുണ്ട്. അവർ പറയും, ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ, ഇത് റഹ്മാനായ അള്ളാഹു വാഗ്ദാനം ചെയ്ത പരലോകമാണ്. മുർസലീങ്ങൾ, റസൂലുമാർ സത്യമായി പ്രവചിച്ച അന്ത്യനാൾ സംഭവിച്ചതാണെന്ന് പറഞ്ഞായിരിക്കും അവരുടെ ആഗമനം എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. വിശ്വാസികൾ, പുണ്യാളന്മാർ, സൽവൃദ്ധന്മാർ, അവർ പരലോക കോടതിയിലേക്ക് ഹാജരാക്കപ്പെട്ടാൽ സൂര്യൻ തലക്ക് മുകളിൽ ജ്വലിച്ചു നിൽക്കും. ചില അസറുകളിൽ കാണാം, കപ്പലോടിക്കാൻ മാത്രം വിയർപ്പ് പരലോകത്തിൻ്റെ വിചാരണയുടെ വേദിയിൽ ഉണ്ടായിരിക്കും. അങ്ങനെ വിയർപ്പിൽ കുളിച്ച് ചൂടിൽ പൊറുതികെട്ട് ലോകം കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൻ്റെ തണലേകി പുണ്യാളന്മാരെയും വിശ്വാസികളെയും ആദരിക്കും. നീതിമാനായ ഭരണാധികാരിയെക്കുറിച്ച് പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുത്തി നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ആലസ്യമോ അലംഭാവമോ ഇല്ലാതെ കൃത്യനിഷ്ഠയുള്ള നമസ്കാരക്കാർ, അതേപോലെ തന്നെ ദാനധർമ്മം റബ്ബിൻ്റെ വജഹിന് വേണ്ടി ചെലവഴിച്ച ആത്മാർത്ഥതയുള്ള ദാനശീലന്മാർ, അതേപോലെ തന്നെ ലൈംഗിക വികാരത്തെ ഇക്കിളിപ്പെടുത്തുമാറുള്ള ക്ഷണവും വിളിയും ഒരു പെണ്ണിൽ നിന്നുണ്ടായപ്പോൾ ഇന്നി അഖാഫുല്ലാ, ഞാൻ പടച്ചോനെ ഭയക്കുന്നു എന്ന് പറഞ്ഞ് ലൈംഗിക ചേഷ്ട പൂർത്തീകരിക്കാതെ വിട്ടുനിന്ന പുണ്യാളൻ, ഇതേപോലെ അള്ളാഹുവിനെ ഒഴിഞ്ഞിരുന്നോർത്ത് കരഞ്ഞ മഹാൻ തുടങ്ങി കടം കൊടുത്തവന് ഇടം നൽകി, ഞെരുക്കക്കാരന് വിശാലത നൽകി കഴിഞ്ഞുകൂടി, ഇങ്ങനെ പലരെക്കുറിച്ചുമൊക്കെ ഹദീസുകളിൽ കാണാം. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തണലും നിഴലുമില്ലാത്ത
മഹ്ശറ വൻസഭയിൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലേകി അള്ളാഹു അവരെ ആദരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ബഹുമാനിക്കുകയും ചെയ്യുമെന്നാണ്. ആളുകൾ വിചാരണക്കെടുക്കപ്പെടാതെ മഹ്ശറിൽ നീണ്ട കാത്തിരിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തുണ്ടാകും. ആ ഷഫാഅത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് വരും. അള്ളാഹുവാണ് വിചാരണ നടത്തുക. അള്ളാഹു വിചാരണ നടത്തുമ്പോൾ അള്ളാഹു മനുഷ്യരുടെ കർമ്മരേഖകൾ മനുഷ്യരെ ഏൽപ്പിക്കും. അള്ളാഹു സാക്ഷികളെ ഹാജരാക്കും. വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ വവുദിഅൽ കിതാബ് വജീഅ ബിന്നബിയ്യീന വശുഹദാ. റബ്ബിൻ്റെ നൂറിനാൽ വിചാരണയുടെ ഭൂമിക പ്രകാശമയമാകും. കർമ്മരേഖ വെക്കപ്പെടും. നബിമാരെയും സാക്ഷികളെയും കൊണ്ടുവരപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്. അള്ളാഹുവാണ് വരിക വിചാരണക്ക്. അള്ളാഹു ദാസന്മാരോട് ഓരോരുത്തരോടും ചോദിക്കുകയും അവരുടെ കർമ്മങ്ങളെ അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണാം. വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരുണ്ട്. അവർക്ക് ഗ്രന്ഥം അവരുടെ ഭൗതിക ലോകത്തിലെ കർമ്മങ്ങൾ, പ്രവൃത്തികളും വാക്കുകളും മനസ്സിൻ്റെ നീയത്തുകളുമൊക്കെ അള്ളാഹു രേഖപ്പെടുത്താൻ ഏൽപ്പിച്ച ഖിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ എഴുതിയ മനുഷ്യന്മാരുടെ കർമ്മരേഖകളാണ്. അത് വലത് കൈയിൽ നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരുണ്ട്. ഇടത് കൈയിൽ നൽകപ്പെടുന്നവരുണ്ട്. അള്ളാഹു കാക്കട്ടെ. ഇടത് കൈയിൽ പിന്നിൽ നിന്ന് നൽകപ്പെടുന്ന ദൗർഭാഗ്യവാന്മാരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. അള്ളാഹു വിചാരണക്കെത്തിയാൽ, കർമ്മരേഖ വെക്കപ്പെട്ടാൽ, സാക്ഷികളെ കൊണ്ട് നിർത്തിയാൽ, നബിമാരെ കൊണ്ട് നിർത്തിയാൽ വിചാരണയുടെ പുസ്തകം തുറന്നാണ് വെക്കപ്പെടുക. മനുഷ്യരോട് പറയപ്പെടും, ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നിന്റെ കിതാബാണ്. ഇഖ്റ, നീ വായിക്ക്. കിതാബക് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നിന്റെ കർമ്മങ്ങളുടെ രേഖയാണ്. ഇത് വായിച്ച് ഇന്ന് നിന്നെ വിചാരണ നടത്താൻ നീ തന്നെ മതി എന്ന് മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. തൻ്റെ ഗ്രന്ഥം നിവർത്തപ്പെട്ടത്, തൻ്റെ രാവുകൾ പകലുകൾ, രഹസ്യങ്ങൾ പരസ്യങ്ങൾ, ചെയ്തികൾ ഒരു മനുഷ്യൻ കാണുമ്പോൾ, വായിക്കുമ്പോൾ അവൻ പരിതപിക്കും. പക്ഷേ പരിതാപം അവിടെ ഉപകരിക്കില്ല. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ഈ ഗ്രന്ഥത്തിന് എന്ത് പറ്റി? ചെറുതായി വലുതായി എന്തെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടോ ദുനിയാവിൻ്റെ കോണിൽ, അതെല്ലാം ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട് കൃത്യമായി എന്ന് മനുഷ്യൻ അവിടെ വെച്ച് പരിതപിക്കും എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിൻ്റെ വിചാരണ തീർത്തും നീതിപൂർവകമാണ്. ഒരാൾക്കും നിഷേധിക്കാനോ ഒരാൾക്കും ചെയ്തില്ലെന്ന് പറയാനോ കഴിയാത്ത വിധമായിരിക്കും അള്ളാഹുവിൻ്റെ വിചാരണ. അതുകൊണ്ടാണ് വായക്ക് സീല് ചെയ്ത് കയ്യിനോട് സംസാരിക്കാൻ പറയും, കാലിനോട് സംസാരിക്കാൻ പറയും. അതേപോലെ തന്നെ മനുഷ്യൻ്റെ മാംസവും തൊലിയും എല്ലുകൾ വരെ മനുഷ്യനെതിരിൽ സാക്ഷി പറയുന്ന വിചാരണയുടെ വേദിയാണ്. ഭൂമി തന്നെയും ഭൂമിക്കുപരിയിൽ മനുഷ്യൻ ചെയ്തതിനെക്കുറിച്ച് അവിടെ വെച്ച് സംസാരിക്കും എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത്. നബിമാരുടെ സമക്ഷത്തിൽ നബിമാരോട് ചോദിക്കും. നബിമാർ നിയോഗിക്കപ്പെട്ട ജനതതികളോട് ചോദിക്കും. നബിമാർ കളവാക്കപ്പെട്ടാൽ നബിമാരെ അനുകൂലിക്കുന്ന, അവർക്ക് അനുകൂലമായി സാക്ഷ്യം പറയുന്ന സാക്ഷികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും എന്നാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖൗമിന് മുമ്പിൽ നിർത്തും. എന്നിട്ട് നൂഹിനോട് ചോദിക്കും, നീ എത്തിച്ചിട്ടില്ലേ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചെന്ന് പറയും. ജനങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ?
അപ്പോൾ ജനങ്ങൾ പറയും, ഞങ്ങൾക്കൊരു സന്തോഷവാഹകനും മുന്നറിയിപ്പുകാരനും വന്നിട്ടേയില്ല, ഞങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടേയില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കളവാക്കി അദ്ദേഹത്തെ നിഷേധിക്കും. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു ചോദിക്കും, നൂഹ്, നിനക്കനുകൂലമായി സാക്ഷ്യം പറയാൻ ഇവിടെ ആരാണുള്ളത്? അപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമ്മത്തികളും നൂഹ് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള അദ്ദേഹത്തിന് അനുകൂലമായി ജനതയ്ക്കെതിരിലുള്ള സാക്ഷ്യം അവിടെ വഹിക്കുക എന്നുള്ള ഹദീസ് കാണുവാൻ സാധിക്കും. സാക്ഷികളുടെ സമക്ഷത്തിൽ, നബിമാരുടെ സമക്ഷത്തിൽ ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. അള്ളാഹു മുർസലീങ്ങളെ ചോദ്യം ചെയ്യും, നബിമാരെ ചോദ്യം ചെയ്യും. നബിമാർ ആരിലേക്ക് നിയോഗിക്കപ്പെട്ടുവോ അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. ഈ ഒരു ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതും ഗൗരവപ്പെട്ടതുമായൊരു വിഷയമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക അലാ ഹൗലായി ഷഹീദ എന്ന ആയത്ത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വികാരഭരിതനായി കരയുകയുണ്ടായത്. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, എല്ലാ ജനങ്ങളിൽ നിന്നും ഒരു ഷഹീദിനെ, സാക്ഷിയെ നാം കൊണ്ടുവരികയും വജിഇനാ ബിക അലാ ഹൗലായി ഷഹീദ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തികൾക്കെതിരിൽ മുഹമ്മദ് നബിയെ സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്യുന്നതായ ആ ദിവസം എന്തായിരിക്കും, എങ്ങനെയായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ ചോദിക്കുന്നത്. ആ ചോദ്യം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയത്ത് പാരായണം ചെയ്തപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയുണ്ടായത്. വിചാരണ അത് എങ്ങനെയായിരിക്കും എന്ന് ഇவ்விധം കൃത്യമായി, അതേപോലെ തന്നെ പല ഭാഗങ്ങൾ അതിൻ്റേത് ഉണർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലും അതേപോലെ തിരുസുന്നത്തിലും പരാമർശിക്കപ്പെട്ടത് നമുക്ക് കാണുവാൻ സാധിക്കും, വിശദീകരിക്കപ്പെട്ടത് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് കൗസർ കുടിക്കുന്ന ഹൗദ്, അതാണ് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത്. നബിക്ക് മാത്രമല്ല ഹൗദുള്ളത്, എല്ലാ നബിമാർക്കും ഹൗദുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദിൻ്റെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ ആളുകൾ കരയിൽ വന്ന് ആ ഹൗദിൽ നിന്നായിരിക്കും പാനം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ നബിമാർക്കും ഹൗദുണ്ടായിരിക്കും. ആ നബിമാരെ തേടി അനുചരന്മാർ, അനുയായികൾ ഹൗദിന് നേരെ വരികയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ വദിത്തു ലൗ അന്നി റഅയ്തു ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സഹാബത്തിനോട് ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് പറഞ്ഞു, അലസ്ന ഇഖ്വാനുക്ക്, ഞങ്ങളിതാ നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൽ അൻതും അസ്ഹാബി, നിങ്ങളെൻ്റെ ഇഖ്വാനുകളല്ല, നിങ്ങളെൻ്റെ അസ്ഹാബുകളാണ്, സഹാബത്താണ്, അനുചരന്മാരാണ്. ഇഖ്വാനി അല്ലദീന ലം യഅ്തു ബഅദ്, എൻ്റെ ബ്രദേഴ്സ്, സഹോദരങ്ങൾ ഇനിയും വന്നിട്ടില്ലാത്ത, എൻ്റെ കാലശേഷം വരാനിരിക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, നിങ്ങളുടെ കാലശേഷം വരാനിരിക്കുന്ന നിങ്ങളുടെ ഇഖ്വാൻ, സഹോദരങ്ങൾ, അവരെ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുക? കാരണം തിരുദൂതർ പറഞ്ഞു, അന ഫറത്തുക്കും അലൽ ഹൗദ്, ഹൗദിലേക്ക് നിങ്ങളെ എല്ലാവരെയും മുൻകടന്ന് ഞാനെത്തും, എന്നിട്ട് ഹൗദിൽ നിന്ന് ഞാൻ പകർന്നു നൽകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ വിയോഗാനന്തരം വരുന്നവരെ എങ്ങനെ റസൂലുള്ളാഹിക്ക് തിരിച്ചറിയാനാകും എന്ന ചോദ്യം സഹാബത്തിൽ നിന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഉമ്മത്തി യുബ്അസൂന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീൻ മിൻ ആസാരിൽ വുദു, എൻ്റെ ഉമ്മത്തികൾ പരലോക കോടതിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരുടെ മുഖങ്ങൾ പ്രസന്നമായിരിക്കും, അവരുടെ കൈക്കാലുകളും പ്രസന്നമായിരിക്കും, പ്രകാശമയമുള്ളതായിരിക്കും. മിൻ ആസാരിൽ വുദു, വുദു ചെയ്ത് നമസ്കരിക്കുന്നവരായിരുന്നു. വുദുവിൻ്റെ അടയാളങ്ങൾ അത് കാരണത്താലായിരിക്കും പ്രസന്നവദനന്മാരായി, പ്രകാശമയമായ കൈക്കാലുള്ളവരായി എൻ്റെ ഉമ്മത്തികൾ വരിക. അവരുടെ മുഖവും കൈക്കാലുകളും കണ്ട് ഞാൻ എൻ്റെ ഇഖ്വാനെ തിരിച്ചറിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവർക്ക് കൗസറിൽ നിന്ന്, ഹൗദിൽ നിന്ന് ഞാൻ കോരി പകർന്നു നൽകും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിനുള്ള ഭാഗ്യം നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഒരു പാനം തിരുദൂതരുടെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ലഭിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹമില്ലാത്ത നാളെയാണ്
ഭാവിയാണ് ആളുകൾക്കുണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഹൗദിൽ വരി നിൽക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരപ്പെടുത്തുന്ന, തിരുദൂതരുടെ മുമ്പിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാണ് ബിദ്അത്തുകൾ പ്രവർത്തിച്ച് ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് ബിദ്അത്ത് ചെയ്ത് ദൗർഭാഗ്യവാന്മാരായവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൗസർ പകർന്നു നൽകുവാൻ, ഹൗദിൽ നിന്ന് പകർന്നു നൽകുവാൻ നിൽക്കുമ്പോൾ ഇവർ തിരുദൂതരുടെ മുമ്പിൽ നിന്ന് എടുക്കപ്പെടുമെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഉമ്മത്തികളാണെന്ന് പറഞ്ഞ് ശബ്ദിക്കുമ്പോൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല, പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തും. ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, പ്രവാചകരെ നിങ്ങളുടെ മരണാനന്തരം നിങ്ങൾ കൊണ്ടുവന്ന ദീനിൽ പുതുതായി ഉണ്ടാക്കിയവരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരെയാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ആശ്വസിപ്പിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, എൻ്റെ മരണാനന്തരം, എൻ്റെ കാലശേഷം മാറ്റം വരുത്തിയവർ അവർ ദൂരെയാകൂ എന്ന് പറഞ്ഞ് അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടെ നിന്ന് ആട്ടും എന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഹൗദിന് കുറേ വർണ്ണനകളും ഹൗദിന് കുറേ വിശേഷണങ്ങളും പറഞ്ഞ തിരുമൊഴികൾ കാണുവാൻ സാധിക്കും. അതിലെ പാനീയവുമായി ബന്ധപ്പെട്ട്, അതൊഴുകുന്ന ആ വേദിയുമായി ബന്ധപ്പെട്ട്, അതിലുള്ള കോപ്പകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഹൗദിൻ്റെ പൊലിമകൾ, വർണ്ണനകൾ ധാരാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നുള്ള ഒരു പാനം അത് നമുക്കെല്ലാവർക്കും കനിയുമാറാവട്ടെ. അല്ലാഹു നീതിയുടെ തുലാസ് സ്ഥാപിച്ച് വിചാരണ അത് നീതിയുക്തമാണ് എന്നുള്ളത് കൃത്യമായി ദാസന്മാരെ ബോധ്യപ്പെടുത്തും. കാരണം അല്ലാഹു പറഞ്ഞില്ലേ, ഫലാ യുദ്ലമൂന നഖീറ, ഈത്തപ്പന കുരുവിൻ്റെ പാട, അതിൻ്റെ തൂക്കം പോലും ഒരാൾ അണുവളവ് അക്രമം ചെയ്യപ്പെടാത്ത വിധമുള്ള വിചാരണയാണ്. ചിലയിടത്ത് ഫതീല എന്ന് കാണാം, ചിലയിടത്ത് നഖീറ എന്ന് കാണാം. ഈത്തപ്പനൻ്റെ കുരുവിൻ്റെ മേലുള്ള പാട, അല്ലെങ്കിൽ അതിൻ്റെ ആ വിത്തിൻ്റെ മുകളിൽ കാണുന്ന നേരിയ വര പോലുള്ളതായ ആ വസ്തു, അത്ര പോലും ഒരാൾക്കും അക്രമം ഇല്ലാത്ത വിധമുള്ള കൃത്യമായ വിചാരണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതായ വിചാരണ. ആ വിചാരണക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയും ശിക്ഷയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം അരുളിയവർ അവർ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ, അള്ളാഹുവിൽ തഖ്വയുള്ളവരായി ജീവിച്ചവർ അവർ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. അള്ളാഹു ആ വിഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, അവിശ്വാസികൾ അവർ കൂട്ടം കൂട്ടമായി നരകത്തിലേക്കും നയിക്കപ്പെടും. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവിശ്വാസികൾ അവർ അതിശക്തമായി നരകാഗ്നിയിലേക്ക് പിടിച്ചു തള്ളപ്പെടും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പായി, താക്കീതായിട്ട് അവൻ്റെ വചനത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. സിറാത്ത് നരകത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെടും. ആ നരകത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ട സിറാത്തിന് മുകളിലൂടെയാകുന്നു സ്വർഗത്തിലേക്കുള്ള പ്രയാണം. സിറാത്ത് മസില്ലത്തുൻ സലിഖ, അത് വളരെ മൂർച്ചയുള്ളതും വഴുതുന്ന രീതിയിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് മുകളിലൂടെയാണ് പ്രയാണം. വ ഇമ്മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നരകത്തിന്മേലൂടെ വരാത്തവരായി നിങ്ങളിൽ ആരുമില്ല. അത് അല്ലാഹുവിൻ്റെ അലംഘനീയമായിട്ടുള്ള തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നരകത്തിന് മീതയിലൂടെയാണ്, അഥവാ സിറാത്തിന് മീതയിലൂടെയാണ് സ്വർഗത്തിലേക്ക് പ്രയാണം കുറിക്കുക. കർമ്മങ്ങളുടെ ബാഹുല്യമനുസരിച്ച്, ഭൗതിക ജീവിതത്തിൽ ഒരു മനുഷ്യനനുഷ്ഠിച്ച തഖ്വയും സൂക്ഷ്മ ജീവിതവും അനുസരിച്ച് പ്രകാശം അരുളപ്പെട്ടാണ് സ്വർഗത്തിലേക്കുള്ള പ്രയാണം. ജഹന്നമിനിപ്പുറത്ത് ഒരു ഇരുട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, ആ ഇരുട്ടിൽ അള്ളാഹു വിശ്വാസികൾക്ക് അവരുടെ കർമ്മങ്ങളുടെ തോതനുസരിച്ചുള്ള പ്രകാശം നൽകും. ആ പ്രകാശം എത്രമാത്രമാണോ നൽകപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കും സിറാത്തിന് മുകളിലൂടെയുള്ള പ്രയാണം. ചിലർ മിന്നൽ പിണർ കണക്കെ, ചിലർ അടിച്ചു വീശുന്ന കാറ്റിൻ്റെ വേഗതയിൽ,
ചിലർ സ്പീഡിൽ പറക്കുന്ന പറവകളെപ്പോലെ, ചിലർ സ്പീഡിൽ കുതിക്കുന്ന കുതിരകളെപ്പോലെ, ചിലർ ഓടിക്കൊണ്ട്, ചിലർ നടന്നുകൊണ്ട്, ചിലർ വേച്ചുകൊണ്ട്, ചിലർ ഇഴഞ്ഞുകൊണ്ട് അവരെ വലിക്കുവാൻ സിറാത്തിൽ കൊളുത്തുകളുണ്ട്, അവരെ വലിച്ചിടുവാൻ സിറാത്തിൽ കൊളുത്തുകൾ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്. പ്രയാസകരമായ രീതിയിലായിരിക്കും അവരുടെ പ്രയാണം. കാരണം കർമ്മങ്ങൾ കുറവായതുകൊണ്ട്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം അത് കുറവായതുകൊണ്ട് അവർക്കുള്ള പ്രകാശം വളരെ തുച്ഛായിരിക്കും. അള്ളാഹു പറഞ്ഞില്ലേ, സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറു ദ്ദാലിമീന ഫീഹാ ജിസിയ. മുത്തഖീങ്ങളായവരെ നാം രക്ഷപ്പെടുത്തും സിറാത്തിന് മുകളിലൂടെ സ്വർഗത്തിലേക്ക്. വനദറു ദ്ദാലിമീന ഫീഹാ ജിസിയ. അക്രമികളെ സിറാത്തിൽ നിന്ന് അള്ളാഹു മുട്ടുകുത്തിക്കൊണ്ട് അവർ വീഴും വിധം വിട്ടേക്കുകയും ചെയ്യുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിശാലമായ ജന്നത്ത് അത് അനുഗ്രഹങ്ങളുടെ സർവ്വസുഖങ്ങളുടെ ഭവനങ്ങളാണ്. അവിടെയാണ് കൺകുളിർമ, അവിടെയാണ് മനസ്സിന് ആസ്വാദ്യമായിട്ടുള്ള, ശരീരത്തിന് ആസ്വാദ്യമായിട്ടുള്ള വിഭവങ്ങളുള്ളത്. അവിടെയാണ് സ്വർഗീയ കൊട്ടാരങ്ങൾ, സ്വർഗീയ ഭവനങ്ങൾ, സ്വർഗീയ ചാരുമഞ്ചങ്ങൾ, സ്വർഗീയ നദികൾ, സ്വർഗീയ അരുവികൾ, സ്വർഗീയ തരുണികൾ. അവിടെയാണ് അമ്പിയാക്കൾ, അവിടെയാണ് മുർസലീങ്ങൾ, അവിടെയാണ് പുണ്യാളന്മാർ, അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുമുഖ ദർശനം. അതാണ് സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ചതും ഏറ്റവും വലിയതും ഒരു വിശ്വാസിക്ക് ഏറെ ആഗ്രഹമുള്ളതുമായ സ്വർഗീയ അനുഗ്രഹം. നരകം ഏറെ പ്രയാസകരമാണ്. ബിഇസൽ ഖറാർ, ബിഇസൽ മസീർ, ബിഇസൽ മിഹാദ് എന്നൊക്കെ പറയപ്പെട്ട മോശമായ മടക്കസ്ഥാനം, മോശമായ വാസസ്ഥാനം, മോശമായിട്ടുള്ള പര്യവസാനം എന്നൊക്കെ പറയപ്പെട്ട ശിക്ഷയുടെ അദാബിൻ്റെ ഭവനമാകുന്നു നരകം. കുല്ലമാ ഖബത് സിദ്നാഹും സഈറ. അണയുമ്പോഴെല്ലാം തീജ്വാലകളെ കൂട്ടി ശിക്ഷക്ക് കൂട്ടുന്ന ശിക്ഷയുടെ ഭവനമാകുന്നു നരകം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. മരണാനന്തര ജീവിതം വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ അതിൽ ചില ഭാഗങ്ങളാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. മരണാനന്തര ജീവിതം എന്നൊരു വിഷയം കേൾക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തിൽ മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മരണാനന്തരം രക്ഷയ്ക്ക് തഖ്വയാണ് വേണ്ടത്. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഇതാണ് ഒരു മനുഷ്യന് വേണ്ടത്. അൽ ഖൗഫ് മിനൽ ജലീൽ, മഹത്വമുടയവനായ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടൊരു ജീവിതം. വൽ അമൽ ബിത്തൻസീൽ, അള്ളാഹു വാനത്തിൽ നിന്ന് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, അതനുസരിച്ചുള്ള കർമ്മങ്ങൾ, അതാണ് വേണ്ടത്. വൽ ഖനാഅത്ത് ബിൽ ഖലീൽ, കുറച്ചാണ് ഭൗതിക കോപ്പുകളുള്ളത് എങ്കിൽ അതിൽ മനപ്പൊരുത്തത്തിൽ, മനതൃപ്തിയിൽ ഒരു ജീവിതം. കാരണം ദുനിയാവ് അത് അധികമാകാൻ, അത് കൂടുതലാകാൻ, ഉള്ളതിൽ തൃപ്തിയില്ലാത്തൊരവസ്ഥ വന്നാൽ അപ്പോഴാണ് മനുഷ്യന്മാർ മാർഗഭ്രംശികളാവുക. നിഷിദ്ധങ്ങൾ അന്വേഷിക്കുവാനും നിഷിദ്ധങ്ങളിൽ ഒരു പ്രയാസമില്ലാത്ത വിധം ജീവിക്കുവാനും കാരണമാകൽ ഈ ഖനാഅത്തിൻ്റെ അസാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചാണെങ്കിലും അതിലൊരു മനപ്പൊരുത്തവും തൃപ്തിയുമുള്ളവരായിട്ട് ജീവിക്കുക. അതേപോലെ തന്നെ വൽ ഇസ്തിഅദാദ് ലിയൗമിർ റഹീൽ, യൗമുർ റഹീലിന് വേണ്ടിയിട്ട് തയ്യാറാകുക. യൗമുർ റഹീൽ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിനോട് യാത്ര പറഞ്ഞ് നമ്മൾ മരണത്തേരിലേറി നമ്മളുടെ കഫനിൽ പരലോകയാത്രയാകുന്ന ദിവസമാണ്. ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, ഇതാണ് തഖ്വ. ഇങ്ങനെയുള്ളൊരു ജീവിതം അതാണ് നമ്മൾ ഇവിടെ നമുക്കുണ്ടാക്കേണ്ടത്. നാളത്തെ അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടി. പരലോകം, മരണം സുനിശ്ചിതമാണ്, മരണാനന്തര ജീവിതവും സുനിശ്ചിതമാണ്. എങ്കിൽ ആ സുനിശ്ചിതമായ നിത്യമായ ജീവിതത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരലോകത്തിന് പറഞ്ഞൊരു വസ്ഫാണ് ഹയവാൻ എന്നുള്ളത്. എന്താ നമുക്കൊക്കെ ഹയവാൻ എന്ന് പറഞ്ഞാൽ അറിയണ അർത്ഥം എന്താ? ഹയവാൻ, ഹയവാൻ എന്ന് പറഞ്ഞാൽ എന്താ? മൃഗമാണ്. മൃഗത്തിനാണ് ഹയവാൻ എന്ന് പറയുക. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗത്തിന് ഒരിക്കലും ഹയവാൻ എന്ന് പറഞ്ഞില്ല. അല്ലാഹു ഹയവാൻ എന്ന് പറഞ്ഞത് വ ഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ,
അദ്ദാറുൽ ആഖിറ, പരലോകം, അതാകുന്നു ഹയവാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഹയവാൻ എന്ന് പറഞ്ഞാൽ അൽ ഹയാത്തുൽ ഹഖീഖിയ്യ, യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതമാണ് ഹയവാൻ. ആ ഹയവാൻ എന്ന വിശേഷണമാണ് അല്ലാഹു പരലോകത്തിന് നൽകിയിട്ടുള്ളത്. ആ യഥാർത്ഥ ജീവിതം, സുനിശ്ചിതമായ ജീവിതം, അത് ഭാസ്വരമാകുവാൻ, അത് നന്നാകുവാൻ നമ്മൾ കർമാനുഷ്ഠികളാകണം. യഥാവിധം അള്ളാഹു പഠിപ്പിച്ച വിധം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിധം നമ്മൾ കർമാനുഷ്ഠികളാവുക. രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവോട് യാചിക്കുക. ശിക്ഷയിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടുക. നമ്മൾ പഠിപ്പിക്കപ്പെട്ട ഒരു ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ദുആയിരുന്നിരുന്ന ദുആ, അതിലൊന്നാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്നുള്ള ദുആ. ഇതുപോലുള്ളതായ ദുആവുകൾ ഒരു വിശ്വാസി ഒരു ദിവസം 3 തവണ അള്ളാഹുവിനോട് സ്വർഗം യാചിച്ചാൽ സ്വർഗം അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുമെന്നാണ്. അള്ളാഹുവേ, ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഒരു വിശ്വാസി ഒരു ദിവസം 3 തവണ നരകത്തിൽ നിന്ന് രക്ഷ തേടിയാൽ നരകം അള്ളാഹുവോട് പറയുമെന്നാണ്, അള്ളാഹുവെ എന്നിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തണമേ എന്ന്. അപ്പോൾ സ്വർഗം തേടിയും നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് തേടിയും നമ്മൾ കർമാനുഷ്ഠികളായി യഥാവിധം വിശ്വാസികളായി തഖ്വയുള്ളവരായി ജീവിക്കുക. ഇതാണ് ഉണർത്തുവാനും വസിയത്ത് ചെയ്യുവാനുമുള്ളത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖും തുണയുമേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു ഈ പുണ്യത്തിൻ്റെ സദസ്സിൽ നമ്മളെ സമ്മേളിപ്പിച്ചതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മളുടെ ഈ സദസ്സിൽ നമ്മളോടൊക്കത്ത് ഇരിക്കേണ്ട പലരും ഈ സദസ്സിൽ നിന്ന് ദൂരെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൻ്റെ മുറാദുകൾ അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള ആഫിയത്തും അഫുവും അള്ളാഹു അവരിലും നമ്മളിലും കനിയുമാറാവട്ടെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് മഹാനായ പ്രവാചകൻ അയ്യൂബ് നബിയെ രക്ഷിച്ച നീയാണ് രക്ഷകൻ. ഞങ്ങളുടെ സഹോദരങ്ങളിൽ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് നീ ശിഫയാകണമേ തമ്പുരാനെ. നീ എല്ലാ കഴിവും ശക്തിയും ഉള്ളവനാണല്ലോ റബ്ബേ. ഞങ്ങൾക്ക് തേടുവാനും വിളിക്കുവാനും ഈ ഉലകത്തിൽ നീയല്ലാതെ ഒരു റബ്ബില്ല, ഞങ്ങൾക്ക് നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല. അള്ളാഹുവേ, ഞങ്ങളുടെ വിളിയാളങ്ങൾ നീ ഉപരിലോകത്ത് കേൾക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് നീ പൊറുക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ വേദികളിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചതുപോലെ സ്വർഗത്തിലും ഞങ്ങളെയും അവരെയും ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ വഹ്ഫദ് അല്ലാഹുമ്മ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ റഖാഅൻ സഖാഅൻ വസായിറ ദിയാരിൽ മുസ്ലിമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.